ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ മാസ്റ്റാൾജിയ. എനിക്ക് റീസെന്റ് വന്ന DMസിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ചോദ്യമാണ് ബ്രസ്റ്റ് പെയിനും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ. നമുക്ക് ബ്രസ്റ്റ് പെയിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു കോമൺ അസുഖമായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രസന്റേഷൻ പല വെറൈറ്റിയിലായിരിക്കും. ചിലർക്കാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു പെയിൻ, എന്നാൽ ചിലർക്ക് ഒക്കേഷണൽ ആയിട്ട് വല്ലപ്പോഴും വരുന്ന ഒരു പെയിൻ ആയിട്ടാണ് കാണുന്നത്. ചിലർക്ക് കുറച്ച് മൈൽഡ് ആയിട്ടും ചിലർക്ക് വളരെ സിവിയർ ആയിട്ടുമാണ് ഇതിന്റെ പ്രസന്റേഷൻസ് കണ്ടുവരുന്നത്. എന്നാൽ ഞങ്ങൾ ഡോക്ടർമാരെ സംബന്ധിച്ച് ഇത് രണ്ട് വെറൈറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യല്. ഒന്ന് സൈക്ലിക്കൽ, പീരിയഡ്സിനോട് അനുബന്ധിച്ചൊരു പെയിനും ആ സമയം തന്നെ രണ്ട് ബ്രസ്റ്റിലും മിക്കവാറും ഈ സൈക്ലിക്കൽ പെയിൻ കാണാറുണ്ട്. രണ്ടാമത്തെ വെറൈറ്റി നോൺ സൈക്ലിക്കൽ പെയിൻ ആണ്. എന്ന് വെച്ചാൽ പീരിയഡ്സിനോട് യാതൊരു ബന്ധവുമില്ലാതെ വരുന്ന ഒരു പെയിൻ, ചില സമയത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് അതിശക്തമായോ മൈൽഡായിട്ടോ ഏത് വെറൈറ്റിയിൽ വേണമെങ്കിലും കണ്ടുവരുന്ന ഒരു പെയിൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ ഹോർമോണൽ ചേഞ്ചസ്, ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്, ബ്രസ്റ്റ് സിസ്റ്റുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയോ ഇഞ്ചുറിയോ കാരണം ഉണ്ടാകുന്ന പെയിൻ. ആൻഡ് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ പൊതുവെ പെയിനായിട്ട് പ്രസന്റ് ചെയ്യാറില്ലെങ്കിൽ പോലും ചില സമയത്ത് ഇൻഫ്ലമേറ്ററി ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ പെയിനായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് പെയിൻ എന്താണെന്നും അതിൻ്റെ കാരണങ്ങളും മനസ്സിലായി. അടുത്ത വീഡിയോയിൽ നമുക്ക് എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നോക്കാം.